Very warm good morning to one and all. Today we are discussing courtly literature and lyrics. ഈ രണ്ട് പാർട്ടാണ് ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകും. അതിൽ ആദ്യത്തെ ഭാഗമായിട്ടുള്ള കോർട്ട്ലി ലിറ്ററേച്ചർ. ഈ കോർട്ട്ലി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ ആദ്യം കടന്നു വരുന്നൊരു പേര് എന്ന് പറയുന്നത് നൈറ്റ്സ് എന്നുള്ളതാണ്. നൈറ്റ്സ് ആരാണെന്നും നൈറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ റൊമാൻസ് അഥവാ ഷിവാൽട്രി എന്ന കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇതൊരു മിഡീവൽ കാലഘട്ടത്തിൻ്റെ തനത് സ്വഭാവമാണ് ഈ പറയുന്ന ഷിവാൽട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നൈറ്റ്സ് ഉള്ള കാലം മുതലേ അവരുടെ ഷിവാൽട്രിക്കായിട്ടുള്ള അവരുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്രവർത്തികളെ കണ്ട് അവർക്ക് ഒരുപാട് ആരാധികമാരുണ്ടായിരുന്ന ഒരു കാലഘട്ടം. ആ ആരാധികമാരിൽ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് ഇവർക്ക് തോന്നുന്ന സീക്രട്ട് ലവ്, അതിനെയാണ് കോർട്ട്ലി ലിറ്ററേച്ചർ അഥവാ കോർട്ട്ലി ലവ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. കോർട്ട്ലി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ നൈറ്റ്സിന് ഉണ്ടായിരുന്ന പ്രണയ ബന്ധങ്ങളെ, സീക്രട്ട് ലവ്സിനെ ചിത്രീകരിച്ചിരിക്കുന്ന കൃതികളെ ഒരുമിച്ച് ചേർത്ത് വിളിക്കുന്നതാണ് കോർട്ട്ലി ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. കോർട്ട്ലി ലവ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ അന്നത്തെ കാലത്ത് ഉണ്ടാവുന്നതിൻ്റെ കാരണം രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നൈറ്റ്സിന് അത്രമേൽ പ്രാധാന്യം അന്നത്തെ കാലത്ത് കിട്ടിയിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഒരു രാജാവിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് നല്ല യോദ്ധാക്കളായിട്ടുള്ളവരുടെ സേവനമാണ്. അപ്പോൾ അവരുണ്ടാവേണ്ടത് ആ കാലഘട്ടത്തിൻ്റെ ആവശ്യമായതുകൊണ്ടും അവർക്ക് അന്നത്തെ കാലത്ത് കിട്ടിയിരുന്ന പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ധീരന്മാരായ നൈറ്റ്സ് അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരുടെ ആകർഷണം ഏറ്റുവാങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് നൈറ്റ്ഹുഡ് എന്ന് പറയുന്നത്. ഒരു നല്ല നൈറ്റ്സിനെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകൾ, ഒരുപാട് പെണ്ണുങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മളുടെ ലവ് എന്ന് പറയുന്നത്, നമ്മളുടെ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി ധീരനായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കണമെന്ന് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും. ആ ആഗ്രഹമാണ്. സപ്പോസ് അത് ചിലപ്പോൾ ലവ് ഔട്ട്സൈഡ് മാരേജ് വരെ ആയേക്കാം. ലവ് ഔട്ട്സൈഡ് മാരേജ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കല്യാണത്തിനപ്പുറത്തുള്ള പ്രണയ ബന്ധങ്ങൾ. ഒരുപക്ഷെ ഇവർക്കൊരു ഭാര്യ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ അതിനപ്പുറത്തേക്കൊരു പ്രണയം, അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാവുമായിരിക്കാം, അതിനപ്പുറത്തേക്ക് കടന്നു നിൽക്കുന്ന ധീരമായിട്ടുള്ള അനശ്വരമായിട്ടുള്ള പ്രണയങ്ങളാണ് കോർട്ട്ലി ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും കടന്നു വരുന്നത്. സീക്രട്ട് ലവ് ബിറ്റ്വീൻ നൈറ്റ്സ് ആൻഡ് നോബിൾ ലേഡി. ഒരു നൈറ്റായിട്ടുള്ള വ്യക്തി പ്രണയിക്കുന്നത് സാധാരണക്കാരിയായ ഒരു സ്ത്രീയല്ല. അതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. എ നോബിൾ ലേഡി. അപ്പോൾ അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിൽ ജനിച്ച, നോബിൾ എന്ന് വിളിക്കപ്പെടാൻ യോഗ്യമായിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കണം. അവരെ മാത്രമാണ് പ്രണയിക്കുന്നത്. അവരെ പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ലവ് ആയതുകൊണ്ടാണ് ഇത് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. ഒരുപക്ഷെ ജെഫ്രി ചോസറൊക്കെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൂലികയ്ക്ക് വിഷയമാക്കിയിട്ടുള്ളതും ഇതേ കോർട്ട്ലി ലവ് തന്നെയാണ്. കോർട്ട്ലി ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അതിൽ എഴുതിയിട്ടുള്ളത്. ദെൻ ലവ് ഔട്ട്സൈഡ് മാരേജ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇനി 12th സെഞ്ച്വറിയിലെ ഷിവാൽട്രി ബേസ് ചെയ്തുകൊണ്ടുള്ള ലിറ്ററേച്ചർ പ്രസ്ഥാനമാണ് കോർട്ട്ലി ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത്. ലവ് ആൻഡ് ക്രൂസൈഡേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനപ്പെട്ട നൈറ്റ്സ് ഒക്കെ തന്നെ ഒന്നെങ്കിൽ അവർ പ്രണയത്തിനു വേണ്ടി അത്യധികം അഭിലഷിച്ച് നടക്കുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പർട്ടിക്കുലർ ലേഡിയുടെ സ്നേഹം കിട്ടുക എന്ന് പറയുന്നത്
അവരെ സംബന്ധിച്ച് ബാക്കി എന്തിനേക്കാൾ മുകളിലാണ്, ഇതിന് മുകളിലൊന്നുമില്ല എന്നുള്ള ചിന്തയാണ്. ഫോർ എക്സാമ്പിൾ, അവർക്കൊരു യുദ്ധം ജയിക്കുന്നതിനേക്കാൾ, അവർക്ക് ഒരുപാട് സ്വർണം കിട്ടുന്നതിനേക്കാൾ, അവർക്കൊരു വലിയ പദവി കിട്ടുന്നതിനേക്കാൾ, അവർ സമ്പന്നനായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നതിനേക്കാൾ അവർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള കാര്യം ഒരുപക്ഷെ ആ ഒരു പർട്ടിക്കുലർ ലേഡിയുടെ സ്നേഹമായിരിക്കാം. അതാണ് ലവിന് വേണ്ടിയിട്ടും ദെൻ ക്രൂസൈഡേഴ്സായിട്ട് അവർ മാറുന്നു. അത് ചർച്ചിനോടുള്ള, കിങ്ങിനോടുള്ള ആഭിമുഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിൽ പലരും ക്രൂസൈഡേഴ്സ് ആവേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ നൈറ്റ്ഹുഡ് പൂർണ്ണമായിട്ടും ക്രൂസൈഡ്സിനും ലവിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അവരെക്കുറിച്ച് എഴുതാതിരിക്കാനും പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ടാണ് കോർട്ട്ലി ലിറ്ററേച്ചറിൽ ഇത്രയധികം കൃതികൾ കടന്നു വരുന്നത്. ദെൻ ചില പ്രധാനപ്പെട്ട നൈറ്റ്ഹുഡിലെ അല്ലെങ്കിൽ നൈറ്റ്സിന് വേണ്ട ചില ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജനറോസിറ്റി, ബ്രേവറി, കേർട്ടസി, 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ജനറോസിറ്റി എന്താ? നമ്മളെല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, വളരെ ഒരു എല്ലാത്തിനോടും ഇഴുകിച്ചേരുന്ന, അത്രയും കംഫർട്ടബിൾ സോണിലേക്ക് ഇറങ്ങി വരാൻ കഴിയുന്ന ആളായിരിക്കണം. ബ്രേവറി, ധൈര്യമുള്ള ആളായിരിക്കണം. ദെൻ കേർട്ടസി, മിനിമം മാനേഴ്സ് ഉള്ള വ്യക്തിയായിരിക്കണം. ഇത്തരം മര്യാദകളും മാനേഴ്സും അതുപോലെ തന്നെ ഇത്തരം ധൈര്യമൊക്കെയുള്ള ആ ഒരു ക്വാളിറ്റി ഉള്ളവരെയാണ് നൈറ്റ് എന്നുള്ള കാറ്റഗറിയിൽ അന്നത്തെ കാലം ഉൾപ്പെടുത്തിയിരുന്നു. ദെൻ ദി നൈറ്റ്സ് ടെയിൽ, ഇത് ജെഫ്രി ചൗസറിൻ്റെ കൃതിയാണ്. കോർട്ട്ലി ലവ് എന്നുള്ള തിയറിയെ ബേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു മാനറിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ശാഖയിൽ പെടുന്ന കൃതിയാണ് ദ നൈറ്റ്സ് ടെയിൽ എന്ന് പറയുന്നത്. ചൗസർ എഴുതി. ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ട്രയാങ്കിൾ ലവ് ആണ്. 3 പേരുടെ പ്രണയമാണ് ഇതിൻ്റെ ഇതിവൃത്തമായിട്ട് വരുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ, പ്രണയിനിയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്തും ത്യജിക്കാനും എന്തും ചെയ്യാനും തയ്യാറായിട്ട് നിൽക്കുന്ന അവസ്ഥയിലും അദ്ദേഹത്തിനൊരു പേടിയാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്താലും, ചെയ്യാൻ തയ്യാറായാലും അവൾ എൻ്റെ പ്രണയം നിരസിക്കുമോ എന്നുള്ള പേടി നിറഞ്ഞ ദി നൈറ്റ്സ് ടെയിൽ ഒരു യോദ്ധാവിൻ്റെ, ഒരു സൈനികൻ്റെ കഥ എന്ന പേരിൽ ജെഫ്രി ചൗസർ എഴുതിയ പുസ്തകമാണ്. ലെ മോർട്ടി ഡാർദർ എന്ന് പറയുന്നത് കിങ് ആർതറിൻ്റെ ജീവചരിത്രത്തെ ബേസ് ചെയ്തുകൊണ്ട് തോമസ് മലോറി എഴുതിയ പുസ്തകമാണ്. 1485 പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതിന് ശേഷം കാക്സ്റ്റൺ അദ്ദേഹത്തിൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ അച്ചടിച്ച പുസ്തകമാണ് ഈ പറയുന്ന ലെ മോർട്ടി ഡാർദർ. ആർതർ കിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതിയിട്ടുള്ള കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വളരെ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടൊരു കാര്യമാണ് നൈറ്റ്സ് ഓഫ് ദി റൗണ്ട് ടേബിൾ. അദ്ദേഹം കൊടുത്തിരുന്ന ഒരു അംഗീകാരമാണ്, ഫെലോഷിപ്പാണ് ലിറ്ററേച്ചറിൽ നൈറ്റ്സ് ഓഫ് ദി റൗണ്ട് ടേബിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആർത്തൂറിയൻ ലെജൻഡ്സ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. ആർത്തൂറിയൻ ലെജൻഡ്സ് എന്ന് പറയുന്നത് കിങ് ആർതറിൻ്റെ കാലഘട്ടത്തിലുണ്ടായ നൈറ്റ്സിനെ കുറിച്ചോ ആർതറിനെ കുറിച്ചോ ബേസ് ചെയ്തുകൊണ്ടുള്ള കൃതികൾ എഴുതുന്നവരെയാണ് ആർത്തൂറിയൻ ലെജൻഡ്സ് എന്ന് അറിയപ്പെടുന്നത്. അവരത്തരത്തിൽ കൃതികൾ എഴുതുന്നു. അതിൽ പ്രധാനപ്പെട്ട ആളുകളെയാണ് നൈറ്റ്സ് ഓഫ് ദി റൗണ്ട് ടേബിൾ എന്ന് വിളിക്കുന്നത്. ഡ്യൂട്ടി ടു ലേഡി, ഡ്യൂട്ടി ടു ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആർത്തൂറിയൻ കാലഘട്ടത്തിലെ ഒരു ബിലീഫായിരുന്നു, കോമൺ ബിലീഫ് ഇത്രയേ ഉള്ളൂ. ഒരു സ്ത്രീയുടെ സംരക്ഷകനായി മാറാൻ, ഒരു സ്ത്രീയുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് ആ പെൺകുട്ടിയോട് പ്രത്യേകമായിട്ടുള്ള ചില ഡ്യൂട്ടികളുണ്ട്, കടമകളുണ്ട്. ഈ കടമകൾ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവത്തിനോട് ചെയ്യുന്ന ഡ്യൂട്ടി എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും ഈ സ്ത്രീയോടും കാണിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അവളോട് സത്യസന്ധത കാണിക്കണം, അവളോട് ധീരത കാണിക്കണം, അവൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാവണം, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറാവണം. സോ ഈ ലേഡിയോട് കാണിക്കുന്ന ഡ്യൂട്ടി ദൈവത്തിനോട് ചെയ്യുന്ന ഡ്യൂട്ടിക്ക് തത്തുല്യമായിട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ കണക്കാക്കിയിരുന്നതെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം
ദൈവത്തിനോടുള്ള ഡ്യൂട്ടിയാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണല്ലോ അവർ ലവിന് വേണ്ടിയും ക്രൂസൈഡേഴ്സായിട്ടൊക്കെ മാറുന്നതിൻ്റെ കാരണം. അന്ന് മതത്തിനും ദൈവത്തിനും അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ ഡിഗ്നിറ്റിയുള്ള പദവിയായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ദൈവത്തിന് ചെയ്തു കൊടുക്കുന്ന ഡ്യൂട്ടിക്ക് തുല്യമാണ് സ്ത്രീക്ക് ചെയ്തു കൊടുക്കേണ്ട ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താ? സ്ത്രീകൾക്ക് അന്നത്തെ സമൂഹത്തിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പ്രണയത്തിന് ലഭിക്കുന്ന പ്രാധാന്യത്തെ കാണിക്കുന്നതാണത്. ഇന്ന് സ്ത്രീക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയമാണ്. കാരണം സ്ത്രീ ഇന്ന് പണത്തിൻ്റെ തൂക്കത്തിൽ തൂക്കി വിൽക്കുന്ന ഒരു പ്രോഡക്റ്റായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഒരു തൂക്കം നോക്കി ഒരു സാധനത്തിന് വില പറയുന്നത് പോലെ ഇന്ന് ഒരു വിപണന ചരക്കായിട്ട് സ്ത്രീകൾ മാറുന്നു. കാരണം പെൺകുട്ടി കാണാൻ ഭംഗിയുണ്ട്, പഠിപ്പുണ്ട്, ജോലിയുണ്ട്, എന്നാലും ചെക്കൻ്റെ വീട്ടുകാർ ചോദിക്കും എന്ത് കൊടുക്കും, എന്തിനാണ് എന്തെങ്കിലും കൊടുക്കുന്നത്? മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് എന്തെങ്കിലും കൊടുക്കുന്നത്? അപ്പോൾ പറയും അത് ആ പെൺകുട്ടി ഇനി താമസിക്കേണ്ടത് ചെക്കൻ്റെ വീട്ടിലാണല്ലോ. ഇത്രയും കാലം വളരെ സ്നേഹത്തോടെ ചോദിച്ചതെല്ലാം മേടിച്ചു കൊടുത്ത് വളർത്തിയ, അല്ലെങ്കിൽ കഴിവും വിധം മോളെ വളർത്തിയ ആ പാരൻസ് മോളെ ഇങ്ങോട്ട് അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്തിനാണ് പൈസ തരേണ്ട കാര്യം? ആ പെൺകുട്ടിയാണല്ലോ ഏറ്റവും വലിയ ധനം. ഒരാളെ കൂടി ഈ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന് വിലയിട്ട് 3 നേരം ഭക്ഷണം കൊടുക്കുന്നതിന് ഇത്ര ചിലവ് വരും, കിടന്നുറങ്ങാൻ മുറി കൊടുക്കുന്നതിനും കറണ്ട് ചാർജ് ഉപയോഗിക്കുന്നതിന് ഇത്ര ചിലവ് വരും, എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് വരുമ്പോൾ ഇനിയുള്ള ആയുസ്സിലെ ബാക്കി കാലഘട്ടം കൂട്ടിയെടുത്താൽ ഒരു 101 പവനും ഒരു മാരുതി കാറും പിന്നെ ഒരു ക്യാഷായിട്ടൊരു 10 ലക്ഷം രൂപയും അത്രയും തന്നാലേ നമുക്ക് ഈ കച്ചവടം മുതലാവുള്ളൂ. ഇങ്ങനെയാണോ? ഇവിടെ ഒരു കാലഘട്ടം മെഡീവൽ പീരീഡിൽ സ്ത്രീയുടെ പ്രേമം കിട്ടാൻ വേണ്ടി, സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്ന ഒരു പുരുഷൻ. ഇപ്പുറത്ത് സ്നേഹത്തിന് മാർക്കറ്റിൽ ലഭിക്കാവുന്ന വാല്യൂ കണക്കാക്കി ആ വാല്യൂവിൽ ആരാദ്യം വന്ന് റീച്ച് ചെയ്യുന്നോ അവരെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം ചേഞ്ചായി കഴിഞ്ഞു. പ്രധാനമായിട്ടും അതിന് പുരുഷനെ മാത്രം കുറ്റം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയും ആൺകുട്ടികൾ സ്ത്രീധനം ചോദിക്കുന്നതല്ലേ പ്രശ്നം. ആൺകുട്ടികൾ സ്ത്രീധനം ചോദിക്കുന്നത് മാത്രമല്ലല്ലോ പ്രശ്നം. ഇവിടെ അത് കൊടുക്കാൻ തയ്യാറാവുന്ന പെൺകുട്ടികളുടെ അച്ഛനമ്മമാരുടെ അവസ്ഥയും നമ്മൾ പരിഗണിക്കണം. കാരണം എന്തിനാണ് ഇങ്ങനൊരു സിസ്റ്റം? പണ്ടൊരു കാലഘട്ടത്തിൽ സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീക്ക് അങ്ങോട്ട്, ഭാര്യ വീട്ടുകാർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുന്ന ഒരു രീതി വരെ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. അതിൽ നിന്നൊക്കെ ഇന്ന് മാറി ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ സമൂഹം എങ്ങനെ അധപതിച്ചു എന്നുള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമ്മൾ ഇനി അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നമ്മൾ കോർട്ട്ലി ലിറ്ററേച്ചറിലേക്ക് വരികയാണ്. കോർട്ട്ലി ലിറ്ററേച്ചർ ഓർ കോർട്ട്ലി ലവ് literature is generally described as the poetry of secret and idealized love between a brave competitive knight and a lady who is rich, noble and beautiful. The knight's lover must suffer long months or silence before declaring his love to his beautiful lady. Since courtly love tradition placed love outside marriage, adultery became a central theme in most courtly love literature. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹേതര പ്രണയത്തിനാണ് ശരിക്കും കോർട്ട്ലി ലിറ്ററേച്ചർ പ്രാധാന്യം കൊടുക്കുന്നത്. ലവ് ഔട്ട്സൈഡ് മാരേജ് ആണ്. സീക്രട്ട് ലവ് ബിറ്റ്വീൻ a noble lady and a knight person. In the early 12th century, which is recognized as the starting point of chivalric literature, 12ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമാണ് ശരിക്കും ഇത്തരത്തിലൊരു ഷിവാൽറി ലവ്, ഒരു ധീരനായിട്ടുള്ള വ്യക്തിയോട് തോന്നുന്ന
പ്രണയത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൃതികൾ ചരിത്രത്തിൽ കടന്നു വരുന്നു. The image of and ideal of knighthood became the subject matter of secular poetry. Thereafter, knight turned into a lover and crusader. അപ്പോൾ ഓരോ നൈറ്റും ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയനാവുകയാണ്. അയാൾ ഒന്നുകിൽ പ്രണയത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം റിലീജിയന് വേണ്ടി ക്രൂസൈഡറായിട്ട് മാറാൻ തീരുമാനിക്കുന്ന ഒരു കാലഘട്ടമാണ് 12th സെഞ്ച്വറിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത്. With the rise of courtly literature, the figure of the heroic knight became an ardent lover who yearns for his lady's love instead of military victories, power or gold. സ്വർണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടിയിട്ടോ ഇതൊന്നുമല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ പ്രണയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ചെയ്യുന്ന സാഹസങ്ങൾ, ധീരതകളെയാണ് 12th സെഞ്ച്വറിയുടെ ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് കോർട്ട്ലി ലിറ്ററേച്ചർ എന്നുള്ളൊരു വിഭാഗം ആക്കി അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Generosity, bravery and courtesy were considered as the main characteristics of knighthood. അന്നത്തെ കാലത്ത് ഒരു നൈറ്റിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസാണ് ജനറോസിറ്റി, ബ്രേവറി ആൻഡ് courtesy. The medieval knight became a loyal servant and gentleman lovers of the ladies of the court and appeared as such in the literature of medieval courtly life. Geoffrey Chaucer's The Knight's Tale and Sir Thomas Malory's Le Morte d'Arthur were considered as the finest examples of courtly love literature in medieval England. The Knight's Tale. Chaucer was a poet of courtly love. The Knight's Tale embodies some of the typical aspects of courtly love tradition. It tells about the fascinating story of the love triangle between Emily, Arcita and Palamon. 3 പേർക്കിടയിലെ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ് നമ്മളുടെ ജെഫറി ചോസറിൻ്റെ കോർട്ട്ലി ലവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ദ നൈറ്റ്സ് ടെയിൽ എന്ന് പറയുന്ന പുസ്തകം ചർച്ച ചെയ്യുന്നു. In it, the lady loved is described as a fair, elegant lady who is unattainable. The knight suffers greatly for his love and he will do anything to protect and honor her. The knight tries to win his beloved's heart but nonetheless fears that he will never accepted by her. ഇവിടെ 3 പേര് തമ്മിലുള്ള പ്രണയം എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഈ പറയുന്ന നൈറ്റ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഏത് മേഖലയിലൂടെ കടന്നു പോകാനും അവളെ എങ്ങനെ വേണമെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവളെ എങ്ങനെ വേണമെങ്കിൽ ആദരിക്കാനും ഒക്കെ തയ്യാറാണ്. പക്ഷെ അയാൾക്കൊരു ഡൗട്ടാണ്, ഞാനിതൊക്കെ ചെയ്താലും അവളുടെ സ്നേഹം എനിക്കൊരു പക്ഷെ കിട്ടില്ല എന്നുള്ള തോന്നലാണ് ഈ പുസ്തകത്തിലൂടെ ജെഫറി ചോസർ ഭംഗിയായിട്ട് വിവരിച്ചു തരുന്നു. ലെ മോർട്ടി ഡാർദർ, ദി ഡെത്ത് ഓഫ് ആർദർ. കിങ് ആർദറിൻ്റെ മരണത്തെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തോമസ് മെലോറി എഴുതിയ പുസ്തകമാണ് ഈ പറയുന്ന ലെ മോർട്ടി ഡാർദർ എന്ന് പറയുന്നത്. ദി തോമസ് മെലോറീസ് Le Morte d'Arthur was the greatest example of chivalric romance and courtly love. Sir Thomas Malory lived and wrote almost a century after Chaucer's composition of The Knight's Tale. Knight's Tale എന്ന് പറയുന്ന നമ്മളുടെ ചോസറിൻ്റെ പുസ്തകം ഇറങ്ങി ഏകദേശം ഒരു 100 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് തോമസ് മെലോറി അദ്ദേഹത്തിൻ്റെ ഈ കിങ് ആർദറിൻ്റെ ജീവിതത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള പുസ്തകം എഴുതുന്നു. Le Morte d'Arthur was printed in 1485
ബൈ വില്യം കാക്സ്റ്റൺ. ഞാൻ പറഞ്ഞല്ലോ, വില്യം കാക്സ്റ്റൺ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു പ്രിൻറ്റിംഗ് പ്രസ് രൂപവൽക്കരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസ്സിലാണ് 1485 ഈ പുസ്തകം പ്രിൻ്റ് ചെയ്യുന്നത്. Arthurian legend is a body of stories centering on the legendary King Arthur and the adventures of Knights of the Round Table. കിങ് ആർതറിന് കൂടെ ഉണ്ടായിരുന്ന നൈറ്റ്സോ ചെയ്ത പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് പുസ്തകം എഴുതുന്ന രീതിയാണ്, അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് പുസ്തകം ഇറക്കുന്ന രീതിയാണ് നമ്മൾ ഈ പറയുന്ന ആർത്തൂറിയൻ ലെജൻഡ്സ് എന്ന് അറിയപ്പെടുന്നു. These legends inspired some of the most important works of English literature, particularly in the medieval period. The works of Geoffrey of Monmouth, History of the Kings of Britain, and Sir Thomas Malory's Le Morte d'Arthur were written based on the Arthurian legend. ഇത്തരത്തിൽ ആർത്തൂറിയൻ ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിൽ നിന്നും ആർജവം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ ലെ മോർട്ടി ഡാർദർ എന്ന പുസ്തകവും അതുപോലെ തന്നെ ജെഫറി മോൺമൗത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് ദ കിങ്സ് ഓഫ് ബ്രിട്ടൻ എന്നുള്ള പുസ്തകത്തിനും പ്രചോദനം, ഇൻഫ്ലുവൻസ് ലഭിച്ചിട്ടുള്ളത് ഈ പറയുന്ന ആർത്തൂറിയൻ ലെജൻഡ്സിൽ നിന്നാണ്. ആർത്തൂറിയൻ സ്റ്റോറീസ് ഗെയിൻഡ് പോപ്പുലാരിറ്റി ഇൻ ഇംഗ്ലണ്ട് ആൻഡ് വർ റീടോൾഡ് സെവറൽ ടൈംസ്. ആർത്തൂറിയൻ ലെജൻഡ്സിൻ്റെ ഈ സ്റ്റോറീസിനൊക്കെ ഇംഗ്ലണ്ടിൽ വലിയൊരു ആക്സെപ്റ്റൻസ് കിട്ടുകയും ഈ കേട്ട കഥകൾ അവർ മറ്റുള്ളവരോട് ചർച്ച ചെയ്യാനും തുടങ്ങി. Le Morte d'Arthur is a compilation of Arthurian legend and stories that either belongs to or associated with King Arthur. Malory's works gives a detailed story of Arthur's birth, his life, conquest, downfall and tragic death, along with the lives and deeds of the Knights of the Round Table such as Lancelot, Gareth and Tristram. അപ്പോൾ കിങ് ആർതർ ജനിച്ചത് മുതൽ അദ്ദേഹം വെട്ടിപ്പിടിച്ച സാമ്രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ട്രാജിക് ഡെത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലെ മോർട്ടി ഡാർദർ എന്ന് പറയുന്ന പുസ്തകം തോമസ് മലോറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ടു കിങ് ആർതർ എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇത്ര കൃത്യമായിട്ട് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. ബോത്ത് കിങ് ആർതർ ആൻഡ് റൗണ്ട് ടേബിൾ നൈറ്റ്സ് ആർ ഡെപിക്റ്റഡ് ആസ് പെർഫെക്റ്റ് എക്സാമ്പിൾസ് ഓഫ് ഐഡിയൽ നൈറ്റ്ഹുഡ്. ഇതിലൂടെ അദ്ദേഹം കാണിച്ചു തരികയാണ് നൈറ്റ്ഹുഡ് എന്ന് പറയുന്നത് എന്താണെന്നും അതിനെ പറ്റിയ ഉദാഹരണങ്ങളായിട്ടുള്ള വ്യക്തികൾ ഇവരൊക്കെയാണെന്നുള്ളത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ പുസ്തകത്തിലൂടെ സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ത്രൂ ഔട്ട് ദ ബുക്ക് മലോറി ഗ്ലോറിഫൈസ് ദി ഐഡിയൽസ് ഓഫ് കോർട്ട്ലി ലവ് ആൻഡ് ഡിസ്ക്രൈബ് എ നൈറ്റ്സ് ഡ്യൂട്ടി ടു ഹിസ് ലേഡി ഇൻ സിമിലർ ടു ഹിസ് ഡ്യൂട്ടി ടു ഗോഡ്. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കോർട്ട്ലി ലവിനെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു നൈറ്റിനോട് ഒരു ലേഡിക്ക് സ്നേഹമുണ്ടാകുന്നതിനെ അദ്ദേഹം മഹത്വവൽക്കരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ. ഒപ്പം തന്നെ അദ്ദേഹം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, അദ്ദേഹം പറയാണ് ഒരു ലേഡിയോടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ദൈവത്തോട് ചെയ്യാനുള്ള കർത്തവ്യത്തിന് തുല്യമാണ് എന്ന രീതിയിലേക്ക് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവരാനാണ് മലോറി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് ലിറിക്സാണ്. നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ലിറിക്സ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലിറിക്സ് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. ഒരു 14th സെഞ്ച്വറിയിലാണ് ശരിക്കും ലിറിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിറിക്കൽ പോയട്രി എന്ന് പറയുന്ന ഒരു വിഭാഗം ഉയർന്നു വരുന്നത്. ശരിക്കും അതിനു മുൻപ് ലിറിസിസം എന്നതുണ്ടോ എന്ന് ചോദിച്ചാൽ പൊതുവെ കുറവാണെന്ന് വേണം പറയാനായിട്ട്. അന്നൊക്കെ ഉള്ളത് പോയട്രി എന്ന് പറയുന്ന ഒരു പോയം എന്ന് വിളിക്കാവുന്ന ഒരു രീതിയിലേക്ക്, എപ്പിക് എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് അതൊരു മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗം ആയിട്ട് കണക്കാക്കിയിരുന്നു. അവിടെയാണ് ലിറിക്സ് എന്ന് പറയുന്ന പുതിയൊരു വിഭാഗം രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് 14th സെഞ്ച്വറി ആണെങ്കിലും
13th സെഞ്ച്വറി മുതൽ ഒരു 16th സെഞ്ച്വറി വരെ ഈ ഒരു സിസ്റ്റം നിലനിന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ 13th സെഞ്ച്വറിയിൽ തുടങ്ങി 16th സെഞ്ച്വറി വരെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിരുന്നു. പക്ഷേ നമ്മളിതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള തുടക്കം കണക്കാക്കുകയാണെങ്കിൽ അത് 14th സെഞ്ച്വറി എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഇനി എന്താണ് ലിറിക്സ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ പറയുന്നു ബ്രെവിറ്റി ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് പറയും. വാട്ട് ഈസ് മീൻ ബൈ ബ്രെവിറ്റി? ബ്രെവിറ്റി മീൻസ് ഒരു കാര്യത്തെ ചുരുക്കുക, സംഗ്രഹിക്കുക. നമ്മൾ മുൻപൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ എനിക്ക് അറിയില്ല നിങ്ങൾ എത്ര പേർക്ക് ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു എന്ന്. ചുരുങ്ങിയ വാക്കുകളിൽ സംഗ്രഹിച്ചെഴുതുക. ഒരു വലിയ ടോപ്പിക്ക് തന്നിട്ട് അതിനെ സംഗ്രഹിക്കാനായിട്ട് പറയും. അപ്പോൾ അതിൻ്റെ എസൻസ് പോവാതെ അതിൻ്റെ മെയിനായിട്ടുള്ള എലമെൻസിനെ എടുത്തിട്ട് അതിന് ചെറിയ വാക്കുകളിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിനെയാണ് ബ്രെവിറ്റി എന്ന് പറയുക. ഇമോഷണൽ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കുള്ള ഫീലിങ്സ്, ആ ഫീലിങ്സിനെയാണ് അവരിവിടെ ഈ ലിറിക്കിലൂടെ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ദെൻ പ്രധാനമായിട്ടും 2 ടൈപ്പ് ലിറിക്സ് ആണ് കണ്ടിരുന്നത്. ഒന്ന് റിലീജിയസ് ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട്, മറ്റൊന്ന് സെക്യുലർ ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഈ സെക്യുലർ ടോപ്പിക്കും റിലീജിയസ് ടോപ്പിക്കും രണ്ടും ഒരുപോലെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ എലമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ റിലീജിയനെതിരായിട്ട് പറയാൻ പാടില്ല എന്നില്ല, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് മാത്രമേ ആർട്ട് ഫോം ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന അവിടെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ സെക്യുലർ ടോപ്പിക്സും എഴുതാനായിട്ട് അന്നത്തെ റൈറ്റേഴ്സിന് സാധിക്കുന്നത്. അതാണ് വ്യത്യാസം. റിലീജിയസ് ടോപ്പിക്ക് എഴുതുന്നത് പോലെ തന്നെ പ്രാധാന്യം സെക്യുലർ ടോപ്പിക്സിനും കിട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്രേ ഉള്ളൂ. അവിടെ റിലീജിയന് മാത്രമല്ല പ്രാധാന്യം, സെക്യുലർ ടോപ്പിക്കുകൾക്കും സെക്യുലറിസത്തിനും അതുപോലെ തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു. ഇനി ലിറിക്സ് അല്ലാതെ എന്തൊക്കെയാണ് അന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എലിജി, സെക്കൻഡ് വൺ ഓഡ്സ് ആൻഡ് തേർഡ് വൺ സോണറ്റ്. മൂന്നും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. മൂന്നും നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി പഠിക്കാനിരിക്കുന്ന വിഷയങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പം ഇതെല്ലാം ഇതിൽ നിലനിർത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോണറ്റ് എനിക്ക് തോന്നുന്നു വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു സോണറ്റ് പഠിച്ചിട്ടാണ് നിങ്ങൾ ലിറ്ററേച്ചറിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ജനറൽ ഇംഗ്ലീഷിൻ്റെ ടോപ്പിക്ക് തന്നെ തുടങ്ങുന്നത്. ഓഡ് ടു എഗ്രീഷൻ ഓൺ എന്നുള്ള കവിതയും നിങ്ങൾ ജോൺ കീറ്റ്സിൻ്റെ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. എലിജിയും നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചിട്ടുള്ളതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എലിജി എന്ന് പറയുന്നത് ശരിക്കും വിലാപ ഗീതം അല്ലെങ്കിൽ എ സോങ് വിച്ച് ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ ഡെത്ത് സെറിമണീസ്, അല്ലെങ്കിൽ ഒരാളുടെ ഡെത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പാടുന്ന പാട്ടുകളെയാണ് എലിജീസ് എന്ന് പറയുക. ഓഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണെയോ പർട്ടിക്കുലർ തിങ്ങിനെയോ കുറിച്ചിട്ട് നമുക്ക് അത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനെ പ്രൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? പ്രശംസിക്കുക. അപ്പോൾ അതൊരു പോട്ടാവാം, ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ചിലപ്പോൾ ഒരു സിംഗിൾ സംതിങ്, ഒരു ചെറിയ ഇമോഷൻ പോലും അതിനെ പോലും വലുതായി ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അതിനെ പ്രൈസ് ചെയ്തുകൊണ്ട് ആ ഒരു സിംഗിൾ എലമെൻറ്റിനെ മാത്രം ബേസ് ചെയ്ത് എഴുതുന്നതിനെയാണ് ഓഡ്സ് എന്ന് പറയുക. സോണറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ ഷോർട്ട് ലിറിക്കൽ എക്സ്പ്രഷൻ എന്നാണ് പൊതുവെ പറയാറ്. സാധാരണഗതിയിൽ സോണറ്റ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 14 ലൈൻസ് ഉള്ള ഒരു കാവ്യരൂപമാണ്. അപ്പോൾ ആ 14 ലൈൻസിനുള്ളിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള ഐഡിയ മുഴുവൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് അതിലൂടെ നമ്മൾ കാണിക്കുന്നത്. ഇനി ചില ലിറിക്കൽ വർക്കുകളുടെ പേരുകളാണ് ട്രൂത്ത്, ദ കംപ്ലൈൻറ്റ് ഓഫ് ചോസർ ടു ഹിസ് പേഴ്സ്. അതുപോലെ വേറെയുണ്ട് ചോസർ എഴുതിയിട്ടുള്ള ചില ലിറിക്സ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇനി ചില ലിറിസിസ്റ്റുകളെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. ആ കാലഘട്ടത്തിലെ വില്യം ഹെർബർട്ട്, ദെൻ റിച്ചാർഡ് റോളെ, ജോൺ ഒഡിലെ. ഈ 3 പേരും ചോസറിനെ പോലെ തന്നെ ലിറിക്സ് എഴുതിയിരുന്ന
പ്രശസ്തരായിട്ടുള്ള ചില റൈറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ലിറിക്സ് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ലിറിക്സ്, ആദ്യം ലിറിക്സ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. എ പേഴ്സണൽ ഇമോഷൻ ഓർ ഫീലിംഗ് ഡിസ്ക്രൈബ്ഡ് മച്ച് പോപ്പുലർലി ആസ് ഫസ്റ്റ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സണായി നിന്നുകൊണ്ട് ഒരാളുടെ പേഴ്സണൽ ഇമോഷനെയോ അയാളുടെ ഫീലിങ്സിനെയോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയെയാണ് ലിറിക്സ് എന്നതുകൊണ്ട് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത്. മിഡിൽ ഇംഗ്ലീഷ് ലിറിക്സ് ഈസ് എ ജനർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പോപ്പുലർ ഇൻ ദി 14th century. 14ാം നൂറ്റാണ്ടിലാണ് ഇതിന് വലിയൊരു പ്രചാരം ലഭിക്കുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ബ്രെവിറ്റി ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ. അവർക്കതിലൂടെ നമ്മളുടെ ഇമോഷൻസിനെ, വിചാരങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള കഴിവും വളരെ സംഗ്രഹിച്ച് ചെറിയ രൂപത്തിൽ എഴുതുന്നത് കൊണ്ട് ആളുകൾക്ക് അതിനെ പെട്ടെന്ന് ആൾക്കാരിലൊരു സ്വാധീനം ഉളവാക്കാനായിട്ട് അത് കാരണമായി തീർന്നു. ലിറിക്സ് എക്സ്പ്രസ് എ കോമൺ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ദോസ് സ്റ്റേറ്റ്സ് ഓഫ് മൈൻഡ് ആർ വൈഡ് ഇൻ റേഞ്ച്. സാധാരണഗതിയിൽ ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ, എൻ്റെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ലിറിക്സ് എഴുതാം. പക്ഷേ അത് പലതരത്തിലുള്ളതായിരിക്കാം. ചിലരുടെ ഇമോഷണലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരിക്കാം, ചിലരുടെ ഇമോഷൻസ് വളരെ കുറവായിരിക്കാം പ്രകടിപ്പിക്കുന്നത്. ആ ഒരു ഏറ്റക്കുറച്ചിൽ എല്ലാത്തിലും നമുക്ക് കാണാനായിട്ട് പറ്റും. സം ഡീൽ വിത്ത് റിലീജിയസ് ടോപ്പിക്സ് pertaining to Jesus Christ or Virgin Mary or focus on Adam and Eve. അപ്പോൾ ജീസസിൻ്റെ അമ്മയായിട്ടുള്ള മേരി, ജീസസ്, ആഡം, ഹൗവ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിലീജിയസ് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ലിറിക്സ് പലപ്പോഴും, അതിപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ലിറിക്സ് എഴുതാം, കന്യാമറിയത്തിൻ്റെ സഹനത്തെക്കുറിച്ചിട്ട് ലിറിക്സ് എഴുതാം, ആദം ഹൗവയും ചെയ്ത പാപത്തെക്കുറിച്ചിട്ട് ലിറിക്സ് എഴുതാം. അപ്പോൾ അതൊക്കെ അന്നത്തെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് പ്രകടിപ്പിക്കുന്നത്. അവരുടെ ഇമോഷൻസിനെ ഒരു ഫസ്റ്റ് പേഴ്സണായി നിന്നുകൊണ്ട് അതിനെ പ്രേക്ഷകനിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം. അതേഴ്സ് ആർ സെക്യുലർ ടോപ്പിക്സ് ഫോക്കസിങ് ഓൺ എയിൽ, വുമൺ ആൻഡ് സിമ്പിൾ ജോയ് ഓഫ് ലൈഫ്. മറ്റു പല ടോപ്പിക്കുകളും റിലീജിയനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾക്ക് സാധ്യതയുള്ള വിഷയങ്ങളും ഇവിടെ കൈകാര്യം ചെയ്തിരുന്നു. സം ആർ സർക്കാസ്റ്റിക്, ടേക്ക് ഓൺ സറ്റയർ ആൻഡ് ഹ്യൂമറസ്. പല രീതിയിലുണ്ട്. വിമർശനാത്മകമായിട്ടുള്ളതുണ്ട്, ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിച്ചുകൊണ്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്, തമാശ കലർന്ന രൂപത്തിലൂടെ, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ക്രിറ്റിസിസത്തിലൂടെ, ആക്ഷേപഹാസ്യത്തിലൂടെ, ഏത് രീതിയിലൂടെയാണെങ്കിലും നമ്മളുടെ ഫീലിങ്സിനെ വളരെ ചുരുങ്ങിയ വാചകങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തെയാണ് ലിറിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിഡിൽ ഇംഗ്ലീഷ് ലിറിക്സ് were meant to be heard, not read. അന്നത്തെ കാലത്ത് ലിറിക്സ് എന്ന് പറയുന്നത് വായിക്കാൻ വേണ്ടിയിട്ടല്ല, മെയിനായിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആരെങ്കിലുമൊക്കെ പാടി പാടി നമ്മളത് കേൾക്കും. മോസ്റ്റ് മിഡിൽ ഇംഗ്ലീഷ് ലിറിക്സ് ആർ അനോണിമസ് ആൻഡ് അൺഡാറ്റബിൾ. കുറേയൊക്കെ ആരെഴുതി, ആരുടെ പേരിലുള്ളതാണ്, അല്ലെങ്കിൽ ഓദർ ആരാണെന്നൊന്നും പലപ്പോഴും അറിയാതെ പോകും. കാരണം ഇതിങ്ങനെ വായിച്ചെടുക്കുന്നതല്ലല്ലോ, പാടി പാടി കേൾക്കുന്നതല്ലേ. അപ്പോൾ എവിടുന്നൊക്കെയോ കുറച്ച് ലിറിക്സ് കേൾക്കുന്നു എന്ന് മാത്രം. അത് കേട്ടുപോയി ആരെഴുതി, ആരുടെ സൃഷ്ടി, അതിനൊന്നും ഇവിടെ പ്രസക്തി കൊടുക്കുന്നില്ല. അപ്പോൾ ബിക്കോസ് ദ ലിറിക്സ് റിഫ്ലക്റ്റ് ഓൺ എ സോർട്ട് ഓഫ് കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി ഓഫ് ഐഡിയാസ്, ദ കോൺസെപ്റ്റ് ഓഫ് കോപ്പി റൈറ്റിംഗ്, എ ലിറിക് ടു എ പർട്ടിക്കുലർ ഓതർ ഈസ് യൂഷ്വലി ഇൻഅപ്രോപ്രിയേറ്റ്. Elegies, odes and sonnets are all important kind of lyrical poetry. ലിറിക്കൽ പോയട്രിക്ക് ഉദാഹരണമാണ് നമ്മൾ ഈ പറയുന്ന എലിജി ആയാലും ഓഡ്സ് ആയാലും സോണറ്റ് ആയാലും ഒക്കെ ഇതേ കാറ്റഗറിയിൽ പെടുന്നതാണ്. പിന്നെ ഇതിങ്ങനെ പാടി പാടി കേൾക്കുന്നതും ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അവകാശവാദം അതാരിലും ഒരാളിൽ മാത്രം സിംഗിൾ ഓണേഡ് അല്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി ആരും ബോദർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് പലതിൻ്റെയും റൈറ്റേഴ്സ് ആരാണെന്ന് അറിയാതെ പോകുന്നു. മിഡിൽ ഇംഗ്ലീഷ് ലിറിക്സ്, both secular and religious, appeared extraordinary numbers
early in the 13th century and continued almost without interruption well into the 16th century. അതാണ് ഞാൻ പറഞ്ഞത്, 13th century മുതൽ നമുക്ക് കാണാൻ പറ്റും 16th century വരെയും അത് വളരെ ശക്തമായിട്ട് ഒരുപാട് വന്നുകൊണ്ടിരുന്നു. അതും ഒരു തടസ്സം നേരിടാതെ, ഇൻട്രപ്ഷൻ ഇല്ലാതെ ഇനോർമസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര എണ്ണം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. There seems very little doubt that the entrance into England of the orders of pharaohs, particularly the Franciscans, had a real effect upon the production of lyrical poetry. Lyrical poems could make both religious faith and the teachings of the church attractive to the ordinary Christians. അപ്പോൾ ഒരു വലിയ മുന്നേറ്റം ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതിൻ്റെ, ലിറിക്സിന് ഉണ്ടായതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫ്രാൻസിസ്കൻ ഫെയറേഴ്സ് ആണെന്നാണ്, അച്ഛന്മാരാണെന്നാണ് പറയുന്നത്. കാരണം ക്രിസ്ത്യാനിറ്റിയെ കാവ്യരൂപേണ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ ബൈബിളിൽ നീട്ടിപ്പരത്തി എഴുതിയിരിക്കുന്നതിനെ വളരെ സംഗ്രഹിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവർക്കൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ്, അതിലൂടെ ആളുകളെ ആകർഷിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആരെന്ത് ചെയ്യാൻ തുടങ്ങിയത്, ഫ്രാൻസിസ്കൻ ഫെയറേഴ്സ് ഇതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താനായിട്ട് തുടങ്ങിയത്. സം ഇമ്പോർട്ടൻറ്റ് ലിറിക്സ് ഓഫ് ജെഫറി ചോസർ വേർ ട്രൂത്ത്, ദ കംപ്ലൈൻറ്റ് ഓഫ് ചോസർ ടു ഹിസ് പേഴ്സ്, ടു റൊസാമൗണ്ടി ആൻഡ് ടു ആഡം മൈ സ്ക്രൈബ്, ദ ലിറിക്കൽ അപ്പോൾ ഇത്രയാണ് ട്രൂത്ത് ഉണ്ട്. ദ കംപ്ലൈൻറ്റ് ഓഫ് ചോസർ ടു ഹിസ് പേഴ്സ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ ടു റൊസാമൗണ്ടി ഉണ്ട്, ടു ആഡം മൈ സ്ക്രൈബ് ഉണ്ട്. ഇത്രയും 4 ചോസറിൻ്റെ തന്നെയാണ്. ഇനിയുള്ളവരുടെ പോയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല, ചിലരുടെ പേരുകൾ മാത്രം പറഞ്ഞിരിക്കുകയാണ്. ദ ലിറിക്കൽ പോയംസ് ബൈ വില്യം ഹെർബർട്ട്, ജീസസ് അവർ റാൻസം, റിച്ചാർഡ് റോളെ, എ സോങ് ഓഫ് ലവ് ലോങ്ങിങ് ടു ജീസസ്, ആൻഡ് ജോൺ എഡ്ലെ, ഓഫ് ദി ലവ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് അവർ കിങ് ഹെൻറി 6. അപ്പോൾ രാജാവിനും പ്രാധാന്യം കൊടുത്തു, ദൈവത്തിനും പ്രാധാന്യം കൊടുത്തിട്ടാണ് ജോൺ എഡ്ലെ അദ്ദേഹത്തിൻ്റെ പുസ്തകം ലിറിക്സ് എഴുതിയിരുന്നത്. റിസീവ്ഡ് മച്ച് അറ്റൻഷൻ ഇൻ ദ മിഡീവൽ ഇംഗ്ലണ്ട്. മിഡീവൽ പീരീഡിൽ അറ്റൻഷൻ ലഭിച്ചിരുന്ന ചില റൈറ്റേഴ്സാണ് ഇവരൊക്കെ. ഇതിൻ്റെ കൂടെ ചോസറുമുണ്ട്. ചോസറിൻ്റെ 4 കൃതികളുടെ പേര് അവൈലബിൾ ആണ്. മറ്റുള്ളവരുടെയൊക്കെ ഓരോ പേരുകൾ മാത്രമേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ലിറിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ. 14th സെഞ്ച്വറിയിലാണ്. ബ്രെവിറ്റിയും ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. റിലീജിയസ് ടോപ്പിക്സും സെക്യുലർ ടോപ്പിക്സും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൽ തന്നെയാണ് എലിജി, ഓഡ്, സോണറ്റ് ഇതൊക്കെ പെടുന്നത്. 13th സെഞ്ച്വറി മുതൽ 16th സെഞ്ച്വറി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇത്തരം ലിറിക്സ് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ട്രൂത്തും ദ കംപ്ലൈൻറ്റ് ഓഫ് ചോസർ ടു ഹിസ് പേഴ്സും അദ്ദേഹത്തിൻ്റെ 2 കൃതികൾക്ക് ഉദാഹരണം. മറ്റുള്ള പ്രധാനപ്പെട്ട വ്യക്തികളാണ് വില്യം ഹെർബർട്ടും റിച്ചാർഡ് റോളയും ജോൺ എഡ്ലെയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത വിഷയം സ്പിരിച്വൽ റൈറ്റിംഗ് എന്നുള്ളതാണ്. എങ്ങനെയാണ് സ്പിരിച്വൽ റൈറ്റിംഗ് ഈ ഒരു കാലഘട്ടത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ എടുത്ത ടോപ്പിക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ട് പോവുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് അത് പഠിക്കുന്ന സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നല്ല ദിവസങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.